ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം. അല്ല, ഒഴുക്കപ്പോഴില്ലായിരുന്നു ഇറങ്ങിയപ്പോൾ. അപ്പോഴേ ഇയാൾ നമ്മൾ ഈ മഴ പെയ്തപ്പോൾ കയറാൻ പറഞ്ഞു. പുള്ളിക്കാരൻ കയറിയില്ല. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞ് അപ്പുറത്ത് പിന്നെ പോകരുത്, ഇതുവഴി യൂണിയൻകാരൊക്കെ കൂടെ പറഞ്ഞ് ഇതുവഴി വാന്ന് പറഞ്ഞ് ഇവൻ കേൾക്കാതെ അങ്ങോട്ട് പോയി. അപ്പോഴാണ് ഒഴുക്ക് അവിടെ നിന്ന് വന്നത്. ഇത് നിങ്ങൾ ഒന്നിച്ചായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് ജോലി? ആ. ഇത് ഏത് ഭാഗത്ത്? ഇപ്പം ഈ തിരച്ചിൽ നടത്തുന്ന ഭാഗത്താണോ? ആ, അവിടെ തന്നെ. ഇതെന്താ ഉണ്ടായത്? എന്തായിരുന്നു? അല്ല, വെള്ളം ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ കയറാൻ പറ്റിയില്ല. ബാക്കി കൂടെ ഉള്ളവർ നിങ്ങളെല്ലാം ഇങ്ങനെ കയറി? എന്താ? ഇല്ല, ഇവ ആദ്യം ഇറങ്ങിയതാണ്. ഇവണെങ്കിൽ ഹിന്ദിക്കാരിലാക്കുന്നത് ഒഴുക്ക്. പിന്നെ അവ സൈഡിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് പിടിച്ചു വന്നപ്പോഴാണ് ഈ ഒഴുക്ക് വന്നത്. ഇവനെ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അപ്പോൾ അവനോട് കയറി വന്ന് ഇവിടെ യൂണിയൻകാരെ പറഞ്ഞു, നമ്മൾ വാ ഇങ്ങോട്ട് കയറി വാ, ഇതുവഴി സൈഡ് വാ എന്ന് പറഞ്ഞപ്പോൾ ഇവ ഉടനെ അപ്പുറം ചാടി. ഞാനാ ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരുണ്ട് പണിക്കാരിപ്പോൾ. സംഭവം 1 മണിക്കൂറാവും. പെട്ടെന്ന് ഒഴുക്കി വന്നപ്പോഴേക്കും പുള്ളിക്കാരന് ഇതങ്ങനെ ഈ വേസ്റ്റിന്റെ ഇതിന് അങ്ങ് അകപ്പെട്ടു. ഇല്ല, ഇത് ക്ലീൻ ചെയ്യുക. ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ അതോ ക്ലീൻ ചെയ്തതിന് ശേഷം കയറി എങ്ങനെ തുടങ്ങിയപ്പോഴാണ്? ക്ലീൻ ചെയ്തപ്പോഴേ മഴ പെയ്തു. അപ്പോൾ അവനോട് കയറാൻ പറയും. അപ്പോൾ അവൻ ഇതുവഴി അപ്പുറം സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറേ നേരം നമ്മൾ പറഞ്ഞു കയറി വന്ന് വെള്ളം. അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിന് വാക്കുകൾക്കായി അദ്ദേഹം തപ്പേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. കൂടെ പണിയെടുത്തിരുന്ന ആളാണ്. ഒഴുക്ക് വരുന്നൊരു സമയം ഉണ്ടായിരുന്നു, ഇറങ്ങല്ലേ എന്ന് അവർ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് അരികിൽ പിടിച്ചു കയറാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പറ്റാതെ പോവുകയാണ് ഉണ്ടായത് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവർ 3 പേരുണ്ടായിരുന്നു. ആദ്യം ഇറങ്ങിയത് ഇപ്പോൾ വെള്ളത്തിനടിയിൽ പെട്ടുപോയിട്ടുള്ള ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ, അദ്ദേഹമായിരുന്നു ആദ്യം ഇറങ്ങിയത്. പെട്ടെന്ന് ഒഴുക്ക് വരികയായിരുന്നു. ആ ഒഴുക്കിൽ ആഴ്ന്നു പോയതാണ്, അതിൽ മുങ്ങിപ്പോയതാണെന്നുള്ള ആണ് അദ്ദേഹം ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജോലി ചെയ്തിരുന്ന ചേട്ടൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.